ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പുതിയ വർക്ക് സൈറ്റ്. ഇവിടെയാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. കിച്ചണും പിന്നെ ഒരു അലമാര വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നോക്കിക്കോളൂ. നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ കിച്ചണിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് കിച്ചൺ വരുന്നത്. 2 കിച്ചണാണ്. അതിലൊരു ഓപ്പൺ കിച്ചണും പിന്നെ അടുത്ത് ചേർന്ന് തന്നെ വേറൊരു കിച്ചണും നമുക്കിവിടെ കാണാൻ സാധിക്കും. ടോപ്പ് 2 സ്ലാബുണ്ട്. ആ 2 സ്ലാബും നമുക്ക് ഡോറിട്ട് മറച്ചെടുക്കണം. പിന്നെ സെൻറ്റർ കബോർഡ് അല്ലെങ്കിൽ ഷെൽഫ് വയ്ക്കുന്നുണ്ട്. പിന്നെ താഴെ സ്ലാബിൻ്റെ അടിയിലായിട്ട് സ്ലൈഡിങ്ങും ഡ്രോയറും ഡോറും വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ടോപ്പിൽ ഒരു ഷേപ്പിൽ C ഷേപ്പിൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം സെറ്റപ്പാണ് നമുക്കിവിടെ ഇറക്കിയുള്ളത്. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് പോകാം. ഇത് ഒരു അലമാരയും പിന്നെ അലമാര ടോപ്പിൽ വരുന്ന ഒരു ഇതാണ് സ്ലാബിൻ്റെ മുകളിൽ ഡോർസാണ്. അപ്പോൾ അത് നമ്മൾ വയ്ക്കുന്നുണ്ട്. അലമാരയുടെ വീഡിയോ നമ്മൾ അടുത്തിടുന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരു ഗ്രേ കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഫുൾ അലുമിനിയമാണ്. ഫുൾ അലുമിനിയം ഷീറ്റ്, ഫുൾ അലുമിനിയം ഫ്രെയിംസാണ് ഉപയോഗിക്കുന്നത്. ഹാൻഡിൽ സെക്ഷൻ വരെ അലുമിനിയം ആണ് ഉപയോഗിക്കുന്നത്. വേറെ ഹാൻഡിൽ സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്നില്ല. സെക്ഷനിൽ തന്നെയാണ് ഹാൻഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി വളരെ കൂടുതലായിരിക്കും. കാണാൻ നല്ല ലുക്ക്, അതായത് ഗോൾഡ് കളർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ഗ്രേ ഷീറ്റ്, ഗ്രേ അലുമിനിയത്തിൽ നമ്മൾ ഈ വർക്ക് മൊത്തം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഷീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലു ഡെക്കോറിൻ്റെ ബ്രാൻഡായിട്ടുള്ള അലുവാൾ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പ് 10 ബ്രാൻഡുകളിൽ ഒന്നാണ് ഈ അലു ഡെക്കോർ. അതിൻ്റെ ഒരു ബ്രാൻഡാണ് ഈ അലുവാൾ. ഓക്കെ, നോക്കിക്കോളൂ. നമുക്ക് കബോർഡിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ നമ്മൾ പ്ലേറ്റ് വയ്ക്കാനുള്ള സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് പ്ലേറ്റിൽ അടുക്കി വയ്ക്കാം. താഴെ കപ്പും സ്പൂണൊക്കെ വേണം ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിന് കഴുകിയ പാത്രങ്ങളാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഇട്ടിട്ട് വീഴുമ്പോഴത്തേക്കും അത് ട്രേയിൽ ശേഖരിച്ച് നമുക്കത് മാറ്റി വയ്ക്കാനുള്ള സിസ്റ്റവും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇത് ഫുള്ളി കവേർഡാണ്. അതായത് ബാക്ക് ഫ്രണ്ടും എല്ലാം നമ്മൾ കവർ ചെയ്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറുമ്പ് കയറുമെന്നോ പല്ലി കയറുമെന്നോ പാറ്റ കയറുമെന്നോ ഒരു പേടിയില്ല. നമുക്ക് അത്രയും കവർ ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതില്ലാതെ നമുക്ക് വയ്ക്കാം ചെവര് ചേർത്ത്. പക്ഷേ ചെവര് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ആ ചെവരിൻ്റെ കൂടെ ചെതലെല്ലാം വരെയാണെങ്കിൽ അത് പണിയാവും. ഉറുമ്പ് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഫുള്ളി കവേർഡാണ്. ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഈ അലുമിനിയത്തിൽ നിങ്ങൾക്ക് വെള്ളം വീണെന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് വെള്ളം വെച്ച് തുടച്ച് സോപ്പ് വെച്ച് കഴുകി വൃത്തിയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഉറച്ച് കേടാക്കാതിരുന്നാൽ മതി. പൗഡർ കോട്ടഡ് പെയിൻ്റാണ്, അല്ലാതെ സാധാ പെയിൻറ്റ് അടിച്ച് വരണമല്ല. പൗഡർ കോട്ട്, അതായത് വണ്ടിയിലൊക്കെ അടിക്കുമ്പോഴത്തെ പൗഡർ കോട്ടഡ് പെയിൻ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും പെയിൻറ്റിങ്ങിൻ്റെ കാര്യം അങ്ങനെയൊന്നുമില്ല. ഇത്രത്തോളം നിങ്ങൾ സോപ്പിട്ട് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുമോ അത്രത്തോളം കാലം അവിടെ കിടക്കും. വൃത്തിയാക്കാതെ ഇട്ടിരുന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ. അല്ലാതെ എപ്പോഴും ഉപയോഗിച്ച് കിടക്കുന്ന സാധനമാണെങ്കിൽ ഇത്ര കാലം വേണമെങ്കിലും ഈ അലുമിനിയം കിടക്കും. ഈ ഷീറ്റും കിടക്കും. അതാണ് ഈ ഷീറ്റിൻ്റെ ഈ ഷീറ്റും അലുമിനിയം തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ, അതാണ് ഈ അലുമിനിയത്തിൻ്റെ ഒരു ഗുണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപക്ഷെ MDFോ അല്ലെങ്കിൽ മൾട്ടിവുഡൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്ക്രൂ പിടിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ വെള്ളം നനഞ്ഞ് പെരുവി കയറുന്ന അവസ്ഥ, ചൂട് കൊണ്ട് ഉരുവണ അവസ്ഥ, അതൊന്നും എന്തിനു പറ്റില്ല. ഈ അലുമിനിയത്തിനും അങ്ങനെ ഒരു പ്രശ്നമില്ല. അതാണ് അലുമിനിയത്തിൻ്റെ ഒരു നേച്ചർ. തുരുമ്പിക്കില്ല, ഇരുമ്പിനെ പോലെ തുരുമ്പിച്ച് വരില്ല. അതുകൊണ്ടാണ് അലുമിനിയം എപ്പോഴും എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. നനഞ്ഞാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എവിടെയാണ് രണ്ടാമത്തെ കിച്ചണിൽ ടോപ്പ് സെറ്റ് ചെയ്യുന്നത്. അടുത്ത് ബോട്ടത്തിൻ്റെ, അതായത് ഏറ്റവും താഴെ സ്ലാബിൻ്റെ അടിയിൽ വയ്ക്കുന്ന സ്ലൈഡിങ് ഉൾപ്പെടെ ഡ്രോയർ ഉൾപ്പെടെയുള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം ആ വർക്ക് ഫിനിഷ് ആയിട്ടില്ല. ഇപ്പോൾ ഫിനിഷായ വർക്ക് നമ്മൾ ചെയ്തിരിക്കുകയാണ്, ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഷോപ്പിൽ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കി സെറ്റായതിനു ശേഷം അലൈൻമെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് ഡോറിൻ്റെ ലെവൽ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഷീറ്റ് ഇളക്കുന്നില്ല, കാരണം ഈ വീട്ടിലെ പെയിൻറ്റിങ് വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിന് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഡോർ നമ്മൾ ചേർത്താണ് വെച്ചിരുന്നത്. കണ്ടല്ലോ ഈ ഗ്യാപ്പ്, പക്ഷേ അവിടെ ഗ്യാപ്പില്ല. അങ്ങനെ നമ്മൾ ചേർത്താണ് വെച്ചിരുന്നത്. കാരണം ആ സെൻറ്ററിൽ ഇതില്ല, അലുമിനിയം ഇല്ല. അതൊരു ഒറ്റ ഡോറിന് 2 ഡോർ കൊടുത്തിരിക്കുകയാണ് യൂസർ ഈസിക്ക് വേണ്ടി, ഈസിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഡോർ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മൾട്ടിവുഡൊക്കെ ആണെങ്കിൽ തീ പിടിച്ചാൽ ഉണ്ടല്ലോ കത്തി ഉരുവി ഇറങ്ങും.
അതാണ് മൾട്ടിവുഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണല്ലോ. അതേ പക്ഷേ അലുമിനിയത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, കത്തവില്ല, നനഞ്ഞാലും പ്രശ്നമില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിരിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എന്നെ വരുന്നത് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ അടുത്ത വീഡിയോ ഫുൾ വീഡിയോ ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം ഇളക്കിയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ മറക്കരുത്. ഫുൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇപ്പോൾ ഈ എൻഡ് സ്ക്രീനിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക, പോയി കാണുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.